നമസ്കാരം. എസ്കേപ്പ് ഫ്രം സിറ്റി സ്മോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണത്തെ നമ്മളുടെ ഈ ഒരു വീക്കെൻഡ് വീഡിയോ പഫിംഗ് വില്ലിയിലാണ്. പഫിംഗ് വില്ലി ട്രെയിൻ യാത്രയുടെ എക്സ്പീരിയൻസ്. നമ്മൾ ഇവിടുത്തെ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു ഷോപ്പുണ്ട്, ഒരു കഫേറ്റേറിയ ഉണ്ട്. അത്യാവശ്യം കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ട്. ഞാൻ കുറേ കീ ചെയിൻസും നമുക്ക് സുനീസായിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതാ അവിടെ ഉണ്ട്. ജ്യൂസോ? ഇതൊരു ജ്യൂസ് വേണം. ഇതിവിടെ ഫുൾ ഉഷാറിലാണ്. എല്ലാ സാധനങ്ങളും കൊടുത്തിട്ട് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ എത്തിയപ്പോൾ നല്ല തിരക്കാണ്. ഇത്ര തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. നോക്കുമ്പോൾ എന്താ വെച്ചാൽ 11:30 ട്രെയിൻ ഇവരുടെ വിട്ടിട്ടില്ല. അപ്പോൾ എന്തോ കാരണം കൊണ്ടത് പോയില്ല. അപ്പോൾ ഇവർ 11:30 12:30 രണ്ടും കൂടിയിട്ട് ഒറ്റ ട്രെയിൻ ആയിട്ടാണ് വിടുന്നത്. നമ്മൾ 12:30 ബുക്ക് ചെയ്തത്. പക്ഷെ ഇതൊരൊറ്റ വലിയ ട്രെയിൻ ആക്കിയിട്ട് കുറേ കൂടി ബോഗീസ് ഇതിലൊന്നിച്ച് ചേർത്തിട്ട് നമ്മളിപ്പോൾ പോകാൻ പോകണം. എന്തായാലും നമ്മുടെ സമയത്ത് നമ്മൾ ഉള്ളിൽ കയറും. പക്ഷെ നല്ല തിക്കും തിരക്കാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വന്ന ഉടനെ ഇത് സെലക്ട് ചെയ്തതാണ് പഫിംഗ് വില്ലിയുടെ ഒരു ഫ്ലാഗ്. ഇത് യെല്ലോ ജാക്കറ്റ് ഉണ്ട്, യെല്ലോ കളർ ഫ്ലാഗ് ഒക്കെ എന്തായാലും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൻ്റെ ബോഗീസ് ഘടിപ്പിച്ചുകൊണ്ടിരിക്കണു. നമ്മൾ വെയിറ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ 12:36 ആയി. ഫ്ലാഗ് വീശി, യെല്ലോ ഫ്ലാഗ് വീശി. എന്താ ഇത് പറയണത്? അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി സെറ്റായി എല്ലാവരും അവരുടെ സീറ്റിലൊക്കെ ഇരുന്നു. മുമ്പ് എങ്ങനെയായിരുന്നു വെച്ചാൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയായിരുന്നു. കാല് തൂക്കിയിട്ടിട്ട് എല്ലാവരും ഇതിൽ ഇരിക്കാൻ പറ്റിയായിരുന്നു. ഇപ്പോഴും മുമ്പിലേക്ക് നോക്കുമ്പോൾ കുറെ പേര് ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചില വീഡിയോസിൽ കണ്ടു ഇപ്പൊ ഇരിക്കാൻ പാടില്ല, അത് അലൗഡ് അല്ല, അങ്ങനെ ഇരിക്കാൻ പാടില്ല പോകുന്നു. എന്തായാലും അറിയില്ല, കുറെ പേര് മുന്നിൽ കാണുന്നവരൊക്കെ കുറെ പേര് ഇരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ ഇതിന് പറയണത്. അങ്ങനെ നമ്മള് ഇരിക്കരുതെന്നൊക്കെയാണ്, പക്ഷെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പൊ വിചാരിച്ചു ഞങ്ങൾ ഇരിക്കുക, ഇതാണല്ലോ അതിന്റെ ഒരു രസം. ഇങ്ങനത്തെ ഒരു ഫോട്ടോസാണ് എല്ലാറ്റിലും കാണുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇത് ഇരുന്നേക്കാത്. അപ്പൊ ഈ എഡ്ജിൽ പോയി ഇരുന്നിട്ടുണ്ട്. ഇനി ട്രെയിനിൽ പെടുക്കാറായി. അങ്ങനെ കുറെ കാലത്തെ നമ്മള് നീട്ടി വെച്ചൊരു മോഹാണ് ഇപ്പൊ നമ്മുടെ റെഡി ആയിട്ട് നമ്മള് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ഇരിക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡൗട്ടായി. എന്നാ പക്ഷെ നോക്കുമ്പോ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഉള്ളിലേക്ക് വന്നു എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതായത് കുഞ്ഞു കുട്ടികൾക്ക് അവർക്ക് കയ്യിലൊരു ബാൻഡ് കൊടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് ഇരിക്കാൻ പാടില്ല. അല്ലാത്ത കുട്ടികളെ വെച്ചാൽ നമ്മളൊരാള് നോക്കണം, വലിയ ആളുടെ നോട്ടത്തിലൂടെ ഇരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം, ദാറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞിട്ട് അവര് വന്ന് പറഞ്ഞു. നിങ്ങളുടെ ഓൺ റിസ്കിലാണ്. അപ്പൊ എന്തായാലും നമ്മള് ഇങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് പോകുന്നത്. നമ്മള് ബെൽഗ്രേവിന്ന് ലേക്ക് സൈഡിലേക്കുള്ള ട്രിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ 2-3 ട്രിപ്പ് ഉണ്ട്. അതിൽ അത്യാവശ്യം നല്ല സീനറികളിലൂടെയാണ് പോകുന്നത്. ഒരു മൗണ്ടെയിൻ റേഞ്ചസിൽ കൂടെയൊക്കെ നമ്മൾ പോയിട്ട് ഡാനിലോങ് റേഞ്ചസിന്റെ ഇടയിൽ കൂടെ പോയിട്ട് അവിടെ ലേക്ക് സൈഡിൽ പോയിട്ട് നിൽക്കും. അവിടെ കുറച്ച് സമയം നമുക്ക് തരും. നമുക്ക് അവിടെ ഒന്ന് കറങ്ങാം. അത് കഴിഞ്ഞ് തിരിച്ച് ഇതേ ട്രെയിനിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ബെൽഗ്രേവ് സ്റ്റേഷന്റെ അടുത്തേക്ക് എത്തിക്കും. അത് 3:20 തിരിച്ചുള്ളത്. നമ്മളെ സമയം തന്നിട്ട് 3:20. പക്ഷെ ഇപ്പൊ 12:20 ട്രെയിൻ 1 മണിയായിട്ട് ഇപ്പൊ എടുത്തിട്ടില്ല. സോ അറിയില്ല എപ്പൊ തിരിച്ചു വരുന്നു. അതാണ് അതിന്റെ ബാക്ക്. Bye bye.
സംഭവമാണ് പഫിംഗ് ബില്ലി ഒരു ഹെറിറ്റേജ് ട്രെയിനിന്റെ കാര്യം. അപ്പോൾ ഈ ഒരു സ്റ്റീം എഞ്ചിൻ, ഇത്രയും പഴയൊരു സ്റ്റീം എഞ്ചിൻ അവർ ഇപ്പോഴും ഓടിച്ചോണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്ത് കൂടെ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മൗണ്ടൻ റേഞ്ചസിന്റെ ഇടയിൽ കൂടെ ഈ ഒരു പഴയ രീതിയിലുള്ള ഒരു ട്രെയിനിൽ കൂടെ ഒരു യാത്ര അടിപൊളിയാണ്. ഞങ്ങൾ കുറേ കാലമായി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കണു. എപ്പോൾ നോക്കുമ്പോഴും ഫുള്ളി ബുക്ക്ഡ്. 2-3 മാസം മുന്നേയൊക്കെ ടിക്കറ്റ് എടുക്കുമ്പോഴാണ് ഇത് ഇപ്പം കിട്ടണത്. എന്നാലും ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര പോകാതെ എങ്ങനെയാ പോവാ? വേറൊരു ട്രെയിൻ ഇവിടെ പോയി വരികയാണ് തോന്നുന്നുണ്ട്. അവിടുന്ന് കണ്ടാ എഞ്ചിൻ ഇവിടെ അവര് പോയി വരികയാണ്. മെൻസീസ് ക്രീക്ക്. ഇടയിലെ സ്റ്റോപ്പ് ഒക്കെ ഉണ്ടോ? Menzies Creek, welcome to Menzies Creek everyone. And this comes to drive. It's a combined train. The first portion will be going to Gambro. പഫിംഗ് ബില്ലി ബെൽഗ്രേവ് ടു ഗാംബ്രൂ. നമ്മുടെ ഓസ്ട്രേലിയയുടെ ഒരു സ്റ്റീം റെയിൽവേ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ ട്രെയിൻ യാത്ര നടത്തിയിട്ട് ഇതുപോലത്തെ ഒരു ഹെറിറ്റേജ് ട്രെയിനിൽ വലാലെ പോയപ്പോഴാണ് ഞങ്ങൾ പോയത്. അപ്പം അതിൻ്റെ വീഡിയോ കാണുന്നവർക്കൂടെ ലിങ്ക് കൊടുക്കാം, അത് കണ്ടു നോക്കിയൊക്കും. പക്ഷെ അത് സ്റ്റീം എഞ്ചിൻ ആയിരുന്നില്ല. ഇവിടെ പഫിംഗ് ബില്ലിൽ സ്റ്റീം എഞ്ചിനൊക്കെയാണ്. ശരിക്കും ഇങ്ങനെ പുക പോയിട്ട് നമ്മൾ പണ്ട് കൂക്കു തീവണ്ടി ഇല്ലേ, അതേ ഒരു സ്റ്റൈലിലുള്ളൊരു ട്രെയിൻ യാത്ര.
സ്റ്റോപ്പിലെത്തി ലേക്ക് സൈഡ്. എമറാൾഡ് ലേക്കാണ് തൊട്ടടുത്തുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 10-20 മിനിറ്റ് സമയം, 20-25 മിനിറ്റ് സമയമുണ്ട്. അപ്പൊ ഇവിടെ ഇറങ്ങി ഈ ഭാഗത്തൊന്ന് കവർ ചെയ്ത് കണ്ട് എന്നിട്ടാണ് നമ്മൾ പതുക്കെ തിരിച്ചു പോകുള്ളൂ. സമയം ഒരുപാടുണ്ട്. നമുക്ക് 3:20 ട്രെയിനായി. ഇപ്പൊ ഏകദേശം 2 മണിയാവുന്നുള്ളൂ. നമ്മുടെ ഈ പഫിംഗ് ബില്ലി റെയിൽവേയിൽ അത് തുടങ്ങിയ കാലം മുതൽക്കുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഈ ബോഗിയുടെ ഉള്ളിലുണ്ട്. ഞങ്ങൾ കയറിയ ആ ബോഗിയിൽ മാത്രം ഉണ്ടായിരുന്നില്ല, ബാക്കിയുള്ള ഒരുവിധം എല്ലാ ബോഗിയിലും ഇങ്ങനെ ഇത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ലേക്ക് സൈഡിൽ നിന്ന് നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ സ്കോൺസ് ആൻഡ് ടീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 സ്കോൺസും ഒരു സ്ട്രോബെറി ജാമും ക്രീമും പിന്നെ ഒരു കോഫി. ടീ അല്ലെങ്കിൽ കോഫി എന്ത് വേണമെങ്കിലും. ഇത് ഐസ്ക്രീം അല്ലാതെ എന്താ നോക്കാം, നമുക്ക് ഉള്ളിൽ തുറന്ന് നോക്കാം. ഐസ്ക്രീം അല്ല, നോക്കാം. ഇതും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ അടി. ശരിക്കും ട്രെയിൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. മറ്റേ ട്രെയിൻ പോണത് കാണാൻ പറ്റുമെന്ന് അതിൻ്റെ വീഡിയോ എടുക്കാൻ വെച്ചിട്ട് കേട്ടോ. പക്ഷെ കുറേ നേരം നിന്നു, പക്ഷെ പോകണമെന്ന് കാണില്ല, നമ്മളുടെ സമയം പോവാണ്. അപ്പോൾ പിന്നെ വേഗം കഫേയുടെ അവിടേക്ക് വന്നു. ഞങ്ങൾ കഫേയിൽ നിൽക്കുമ്പോൾ ഉണ്ടതേ പുറത്തു കൂടെ ട്രെയിൻ പോകണം. അപ്പോൾ ഞാൻ ഓടിപ്പോയി വീഡിയോ എടുത്ത് നോക്കിയതാണ്. പക്ഷേ ഗ്ലാസിൻ്റെ അവിടെ നിന്നാവണ്ടേ, ഗ്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കൊണ്ട് അത്ര നേരം കിട്ടിയില്ല. പക്ഷെ എന്നാലും ചെറുതായിട്ട് കിട്ടിയിട്ട്. ഇതാണ് നമ്മുടെ സ്കോൺസ്. അതെ, എനിക്ക് നീ കഴിച്ചോളൂ. സ്കോൺസ്, ക്രീം, സ്ട്രോബെറി ജാം. അങ്ങനെ ഓ ഇതിലെ ക്രീം വാനില ഫ്ലേവേർഡ് ആണ്. അവൾക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ക്രീം മാത്രമാണ് കഴിക്കണേ. അതിന് ജാമ് വേണ്ട, ക്രീം മാത്രം മതി. എൻ്റെ പിന്നിൽ കാണുന്നതാണ് എമറാൾഡ് ലേക്ക്. പ്രത്യേകിച്ചും ഈ ഒരു ഓട്ടം സമയത്ത് എമറാൾഡ് ലേക്ക് കാണാൻ അടിപൊളിയാണ്. ബാക്കിലൊക്കെ ഉണ്ടല്ലേ പല മരങ്ങളുടെയും കളേഴ്സ്, ലീവ്സിൻ്റെ കളേഴ്സൊക്കെ മാറി നല്ല ഭംഗിയുള്ളൊരു സമയമാണ് ഇവിടെ. കഴിഞ്ഞ കൊല്ലം ഏകദേശം ഇതേ സമയത്ത് ഞങ്ങൾ ഈ ഒരു എമറാൾഡ് ലേക്കിലേക്ക് വന്നായിരുന്നു. പക്ഷേ പഫിംഗ് ബില്ലി ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടിയിട്ടല്ല, ഈ ഒരു ഡാൻഡിനോങ് റേഞ്ചസിൽ ഈ ഒരു സമയം ഓട്ടം സീസൺ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അന്ന് ഇവിടെ വന്നിട്ട് ഈ ഭാഗത്തൊക്കെ കുറേ ദൂരം നടന്നു. ഈ ലേക്കും ലേക്ക് വ്യൂവിൻ്റെ അപ്പുറത്ത് വേറൊരു ലേക്ക് ഉണ്ട്, ആ ഭാഗത്തേക്ക് നടന്നു. ഇത് കുറേ ദൂരം നടന്ന നേരമാണ്. ഇന്ന് കണ്ടില്ലേ, ഇത് ബിഗളായപ്പോൾ ഇതിന് മടിയായി മടിയിലിരിക്കാം. അപ്പോൾ ആ ഒരു യാത്രയാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ ഓർമ്മ വരണേ. നമ്മൾ കഴിഞ്ഞ തവണ വന്നു എന്ന് പറഞ്ഞല്ലോ, അന്ന് ഞങ്ങൾ ബസ്സൊക്കെ കയറിയിട്ടാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞല്ലോ. നേരെ എമറാൾഡ് ലേക്ക് മാത്രം കാണാനാണ് വന്നത്. അന്ന് ഇവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു, പെഡൽ ബോട്ടിംഗ് ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു വലിയൊരു ടയറൊക്കെ ആയിട്ടുള്ള അങ്ങനെ ചക്രമൊക്കെ ആയിട്ടുള്ള ഒരു ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഒന്നുമില്ല, ഫുൾ കാലിയായി കിടക്കുന്നു. ആ ഭാഗത്തുള്ള ടിക്കറ്റ് കൗണ്ടറും അതെല്ലാം ക്ലോസ്ഡ് ആണ്, ഒന്നുമില്ല.
അങ്ങനെ നമ്മൾ പഫിംഗ് ബില്ലി കണ്ടിട്ട് ഇനി തിരിച്ചു പോവാണ് ബാക്ക് ടു ബെൽഗ്രേവ്. ഈ ട്രെയിനിൽ നമ്മൾ നേരത്തെ കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്യണോണ്ട് ഇതിനുള്ളിൽ കയറി വരാൻ എനിക്ക് സീറ്റ് കിട്ടുമോ, ഇഷ്ടമുള്ള സീറ്റ് കിട്ടില്ല, ഇന്ന ബോഗിയിൽ വേണം, അങ്ങനെയൊന്നും പറ്റില്ല. നമ്മൾ നേരത്തെ കൂട്ടി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരതിനനുസരിച്ച് ഇത്ര ആൾക്കാണ് ഒരു ട്രെയിനിൽ അവർ ബുക്കിംഗ് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്കുള്ള സീറ്റ് ഇന്ന ബോഗിയിൽ അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ തിരക്ക് പിടിക്കുകയോ ഉന്തിത്തള്ളുകയോ ഒന്നും വേണ്ട. നമ്മൾ അവിടെ പോയി ടിക്കറ്റ് കാണിച്ചു കൊടുക്കുക, നേരത്തെ കൂടി ബുക്ക് ചെയ്തതാണല്ലോ, നേരെ വരിക. അതുപോലെ തന്നെ വീൽ ചെയർ ആക്സസും ഉണ്ട്. അതുകൊണ്ട് എങ്ങനെയുള്ള ആളുകൾക്കും, ഈവൻ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഏത് തരക്കാർക്കും സുഖമായിട്ട് വന്ന് നമുക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ട്രിപ്പാണ് ഈ ഒരു പഫിംഗ് ബില്ലിയുടെ. ഈ ട്രെയിൻ യാത്ര എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു പ്രതികരണമാണ്. ഇവർ കുറേ കാലങ്ങളായിട്ട് ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവിടെ വന്ന് നമ്മളെ പോലെ കാണാൻ വന്ന എല്ലാവരെയും ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ഇപ്പോൾ കുറേ വയസ്സായിട്ടുള്ള സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റേതായിട്ടുള്ളൊരു കൾച്ചറിൽ ആ ഒരു ഹെറിറ്റേജ് കാത്തുപിടിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ഫേസായി എല്ലാവരോടും എല്ലാ സമയത്തും ആളുകളെ കാണുമ്പോൾ ബൈ പറഞ്ഞ് ഹായ് പറഞ്ഞ് അങ്ങനെ കുറേ ആളുകൾ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ. പിന്നെ ഇവിടുത്തെ ടിക്കറ്റിൻ്റെ കാര്യം ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഒരാൾക്ക് $64 ടിക്കറ്റ് ചാർജ്. അതായത് റിട്ടേൺ നമ്മുടെ ബെൽഗ്രേവിൽ നിന്ന് ലേക്ക് സൈഡ് പോയി തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾക്ക് 2 പേർക്ക് ടിക്കറ്റ് ഉണ്ടോ. ഇതിന് ഫ്രീ ആണ്. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ്. യാത്രകളുടെ വിശേഷങ്ങളാണ് ഞങ്ങളിത് കണ്ടത്. ബാക്കി കുറേ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. ഇതിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത് L8. ഇത് ഉറങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ചും പോയി. അതിനുള്ളിൽ കണ്ടോ, അവിടെ ആ എഞ്ചിൻ്റെ ഉള്ളിൽ തീ ആണല്ലേ, അത് കൽക്കരി ഇട്ടിട്ട് കത്തിക്കാണ്. സ്റ്റീം എഞ്ചിൻ്റെ എഞ്ചിനാണത്. Thank you for the ride. Thank you very much. ഈ ട്രെയിൻ അങ്ങനെ അടച്ചു പൂട്ടുകയാണല്ലേ. ഇന്നത്തെ കഴിഞ്ഞു. അതെ, ഇനി നാളെ തന്നെയാവും.